Hello, my dear students. Welcome back to other session of Political Science of IGNOU students first BA Politics. ഇന്നത്തെ ടോപ്പിക്ക് ലിബർട്ടി ആസ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷൻ എന്താണ്, ഇത് ലിബർട്ടിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾക്കിന്ന് പരിശോധിക്കേണ്ടത്. സെൽഫ് ഡിറ്റർമിനേഷൻ അത് തിയററ്റിക്കൽ പോയിന്റിലൂടെ നാം ഒന്ന് നോക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ പൊസസ് ദ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് മസ്റ്റ് ബി ഏബിൾ ടു ഡിറ്റർമിൻ all the choices of life while the state has no role or interference of any kind of shape those choices. അതായത് നമ്മുടെ സമൂഹം, വ്യക്തികൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ തിരഞ്ഞെടുക്കൽ, അതിൻ്റെ മേലെ പുറത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും ഇല്ലാതെ അവരവരുടെ ഇഷ്ടം അവരവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം, ദാറ്റ് ഈസ് സെൽഫ് ഡിറ്റർമിനേഷൻ. സോ ഇറ്റ് മീൻസ് തിയററ്റിക്കൽ വ്യൂ പോയിന്റിൽ സെൽഫ് ഡിറ്റർമിനേഷൻ എന്താണ്? It means that an individual possesses the right to freedom and must be able to determine all the choices of life, while the state has no role or to determine or interference of any kind of shape those choices. അപ്പോൾ ചോയ്സസ് ആരുടേതാണ്? വ്യക്തികളുടേതാണ്. ചോയ്സസിൻ്റെ മേലെ യാതൊരു തരത്തിലും മറ്റുള്ളവർ ഇടപെടരുത്. പക്ഷേ ഈ ചോയ്സസ് വ്യക്തികൾ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. But the choices made should not be harmful to others and people's liberties should not be violated. In other words, individual must be able to choose where and how to exercise the freedom in his own interest, and the law of democratic and liberal country should respect that autonomy of choice. അപ്പോൾ എല്ലാവരും അവരവരുടെ ഓട്ടോണമിയിൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു ഇടം, അവിടെ എല്ലാവരും അവരവരുടെ ചോയ്സ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഹാസ് ഫുൾ ഓണർഷിപ്പ്. ഇൻഡിവിജ്വൽ ഹാസ് ഫുൾ ഓണർഷിപ്പ് ഓവർ ഹിസ് ലൈഫ്, ഓവർ ഹിസ് ബോഡി, ആൻഡ് നോ വൺ ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ ചോയ്സസ് മെയ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ. ചോയ്സസ് ആരുടെ? വ്യക്തികളുടെ. ആ ചോയ്സസിൻ്റെ മേലെ ആരിടപെടരുത്? ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് സ്റ്റേറ്റിനോ ആർക്കും തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല. ആ ഒരു കേസാണ്. അപ്പോൾ ഓണർഷിപ്പ് മൊത്തം വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ അവരുടെ ബോഡി, അവരുടെ ഇടങ്ങളെല്ലാം തന്നെ അത് അവർ തന്നെ തീരുമാനിക്കണം. അത്തരത്തിൽ ഫ്രം എ കൺസെപ്ച്വൽ വ്യൂ പോയിൻ്റ് സെൽഫ് ഡിറ്റർമിനേഷൻ മീൻസ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഈസ് റെസ്പോൺസിബിൾ ടു പ്ലാൻ ലൈഫ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹർ ഓൺ കോൺഷ്യസ് ഡിസിഷൻസ്. ഒരു വ്യക്തി, അവളോ അവനോ ആവട്ടെ, അവരുടെ സ്വമേധയാ ഉള്ള ബോധപൂർവമായിട്ടുള്ള അവരുടെ തീരുമാനപ്രകാരം അവരുടെ ജീവിതഗതികളെ അവർ തന്നെ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഇവിടെ മുന്നോട്ട് നയിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്കാണ്. ഫ്രീഡം ടു മേക്ക് എ ചോയ്സ് ലെൻസ് ഡിഗ്നിറ്റി ടു ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ചോയ്സ് നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് അവരുടെ മഹത്വം എങ്ങനെയാണെന്നുള്ളത് അത് അവർക്ക് നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യമാണ്. ഇഫ് എ ഡിസിഷൻ ഈസ് ഇമ്പോസ്ഡ് ഇറ്റ് ഇൻവോൾവ്സ് വയലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അതായത് ഒരു ഡിസിഷൻ ഒരാളുടെ മേലെ ചുമത്തിയാൽ അത് അവരുടെ മേലുള്ള ഒരു വയലേഷനാണ്, അവരുടെ റൈറ്റ്സിൻ്റെ മേലുള്ള വയലേഷനാണ്, അവരുടെ അവകാശങ്ങളുടെ മേലുള്ള വയലേഷനായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വയലേഷൻ അനുവദിക്കരുത് എന്നുള്ളതാണ്, അതിന് ആരും നിൽക്കരുത്. അതേപോലെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നോമിനാലിസം എന്നുള്ളൊരു ആശയം. ഇതെന്താ പറയുന്നത്? സെൽഫ് ഡിറ്റർമിനേഷൻ ആസ് ഇൻഡിവിജ്വലിസ്റ്റിക്. അതായത് സ്വയം തീരുമാനം എന്ന് പറയുന്നത് വ്യക്തിപരമാവണം. അപ്പോൾ അത് വ്യക്തിപരമായ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതാണ് നോമിനാലിസ്റ്റ് എന്ന് പറയുക. അവർ ദേ ബിലീവ് ദാറ്റ് ഓൺലി ഇൻഡിവിജ്വൽസ് ആർ ദ ഒറിജിനൽ റിയാലിറ്റി ആൻഡ് ദ സ്റ്റേറ്റ് ആൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്ട്സ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? വ്യക്തികളെല്ലാം തന്നെ യഥാർത്ഥമായിട്ടുള്ള അവരുടേതായ റിയാലിറ്റി, അവരാരാണോ അങ്ങനെ തന്നെ നിലകൊണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇവിടെ ആരാണ്? ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായത് ആരാണ്? വ്യക്തികളാണ്. അപ്പോൾ വ്യക്തികൾ കൂടി ചേർന്നാണ് പിന്നെ ഈ പറയുന്ന സ്ഥാപനങ്ങളും മേധാവിത്വപരമായിട്ടുള്ള എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഇൻഡിവിജ്വൽസ്. സ്റ്റേറ്റ് ഉണ്ടാകുന്നത് ആരിലൂടെയാണ്? വ്യക്തികളിലൂടെയാണ്. അതുകൊണ്ട് ദെയർഫോർ ദ ഇൻഡിവിജ്വൽ ഈസ് എ സോവറൻ ഓവർ ഹിസ് ചോയ്സസ്. അതുകൊണ്ട് വ്യക്തികൾക്കാണ് തൻ്റെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മേൽ എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ മേലുള്ള മൊത്തത്തിലുള്ള ആ ഒരു പരമാധികാരം
തികച്ചും വ്യക്തികൾക്കാണ് എന്നുള്ളതാണ് ഈ സെൽഫ് ഡിറ്റർമിനേഷൻ എന്നൊരു ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, JS മില്ലർ അതേപോലെ തന്നെ ഗ്രീൻ, TH ഗ്രീൻ, ഇവരെന്താണ് ലിബർട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. വ്യൂസ് ഓഫ് JS മിൽ, TH ഗ്രീൻ ഓൺ ലിബർട്ടി എന്നുള്ള പാർട്ടാണ് അടുത്തത്. JS മില്ലിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു JS മിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിബർട്ടി ആൻഡ് ദ ഇൻഡിവിജ്വൽ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോളോയിങ് വേർഡ്സ്. ലിബർട്ടിയും സ്വാതന്ത്ര്യവും വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഈ വാക്കുകളിലൂടെയാണ്. The only part of conduct of anyone for which he is amenable to society is that which concerns others. അതായത് ഒരാളുടെ സ്വഭാവ മഹിമ എന്ന് പറയുമ്പോഴേക്കും അത് സമൂഹത്തിന് അത് ഗുണം ചെയ്യുന്നതായിരിക്കണം, അത് മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള രീതികളിലുള്ള പെരുമാറ്റമായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വ്യക്തി അയാളിൽ തന്നെ കൺസേൺ ചെയ്യണം, ഒപ്പം മറ്റുള്ളവരെയും. ഹിസ് ഇൻഡിപെൻഡൻസ് ഈസ് ഓഫ് ദ റൈറ്റ് ആബ്സല്യൂട്ട്. തനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം എന്നത് അയാളിലെ അവകാശമാണ്. അത് തികച്ചും അയാളുടെ അവകാശമാണ് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓവർ ഹിംസെൽഫ്, ഓവർ ഹിസ് ഓൺ ബോഡി ആൻഡ് ഹിസ് മൈൻഡ് ദ ഇൻഡിവിജ്വൽ ഈസ് ഓവർ. അതായത് അയാളിൽ തന്നെ, അയാളുടെ ശരീരത്തിൻ്റെ മേൽ, അയാളുടെ മനസ്സിൻ്റെ മേലുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അത് പൂർണ്ണമായിട്ടും ആ പരമാധികാരം വ്യക്തിക്ക് തന്നെയായിരിക്കും. സോ ഹിയർ മിൽ എംഫസൈസ്ഡ് ദ ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു ഫ്രീഡം. അപ്പോൾ മിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന തരത്തിലാണ്. ഹി ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി. നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും എന്താണെന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ആൻ ഏരിയ വെയർ ദ സ്റ്റേറ്റ് ഹാസ് നോ റോൾ ഓഫ് ഇൻ്റർഫിയറൻസ്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് സ്റ്റേറ്റിന് ഒരു അധികാരമോ അവകാശമോ വ്യക്തി സ്വാതന്ത്ര്യം ഇടപെടാനില്ലാതിരിക്കുക എന്നുള്ളതാണ്. വ്യക്തികളുടെ സ്വാതന്ത്ര്യം അത് വ്യക്തികൾക്ക് പരിപൂർണമായിട്ട് അവരുടെ അവകാശമാണ്, അതിലാരും ഇടപെടരുത്. മറിച്ച് സെൽഫ് ഡിഫെൻസ് ഇവിടെ നടപ്പിലാക്കണം, അത് സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്. ദ സെൽഫ് ഡിഫെൻസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ക്യാൻ എക്സസൈസ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ഡിറ്റർമിനിങ് ഹിസ് ഓൺ ചോയ്സസ്. അപ്പോൾ ചോയ്സസിൻ്റെ മേലെ ആർക്ക്, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. സെൽഫ് ഡിഫെൻസ് ഇവിടെ നടപ്പിലാക്കണം. സംസ്ഥാനത്ത്, അതായത് നാടിനുള്ളിൽ ലോ ആൻഡ് ഓർഡർ നിലനിർത്തണം, അത് സ്റ്റേറ്റ് ഇടപെടാം. അതാണ് അദ്ദേഹം പറയുന്നത്. സോ പോസിറ്റീവ് ലിബർട്ടി ഇറ്റ് ഈസ് എ റാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ. പോസിറ്റീവ് ലിബർട്ടി എന്നതും സ്വയം തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അവിടെ സ്റ്റേറ്റ് ഇൻ്റർഫിയേഴ്സ് ടു ഗ്രാൻഡ് ദ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് ഫ്രീഡം ടു ബൂസ്റ്റ് ഇൻഡിവിജ്വൽസ് ക്രിയേറ്റീവ് എനർജീസ്. അപ്പോൾ പോസിറ്റീവ് ലിബർട്ടി ഇവിടെ ഉണ്ടാവണം. അതും സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന രീതിയിൽ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കേണ്ട സ്വാതന്ത്ര്യം അവർ തന്നെ എടുക്കണം. എന്നാൽ കുറേയധികം കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി സ്റ്റേറ്റ് ഇടപെട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഇടപെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെ സ്വാതന്ത്ര്യം സ്റ്റേറ്റ് എടുത്തോട്ടെ, വ്യക്തികൾ ചെയ്യേണ്ട അവരുടേതായ കാര്യങ്ങളിലുള്ള അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ തിരഞ്ഞെടുക്കലും അത് അവർക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ അത് സെൽഫ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള വഴികൾ വ്യക്തികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഇടപെടുക എന്ന് പറയുക. സോ പോസിറ്റീവ് ലിബർട്ടി ഇറ്റ് ഈസ് റാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ വെയർ ദ സ്റ്റേറ്റ് ഇൻ്റർഫിയേഴ്സ് ടു ഗ്രാൻഡ് ദ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് ഫ്രീഡം ടു ബൂസ്റ്റ് ഇൻഡിവിജ്വൽസ് ക്രിയേറ്റീവ് എനർജീസ് ആൻഡ് ഫോർ ഇറ്റ്സ് സെൽഫ് ഡെവലപ്മെൻറ്റ്. In order to check the state's interference and maximize the potential of individual, Mill also distinguishes between self-regarding actions and other regarding actions. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം, സെൽഫ് ഡെവലപ്മെൻറ്റ്, അതിന് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യണം. ക്രിയേറ്റിവിറ്റി വ്യക്തികളിലുള്ള കഴിവിനെ, നൈപുണ്യത്തെ വികസിപ്പിക്കണം. അതിന് സപ്പോർട്ടായിട്ട് കൊടുക്കണം, സ്റ്റേറ്റ് കൊടുക്കണം. മറ്റൊരു രീതിയിലുള്ള അദ്ദേഹം പറയുന്ന സ്റ്റേറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, വ്യക്തികളുടെ പരമാവധിയുള്ള ക്രിയേറ്റിവിറ്റി ആയുള്ള അവരിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ അത് മാക്സിമൈസ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് വ്യക്തികളെ സഹായിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ മില്ലിവിടെ JS മില്ല് അദ്ദേഹം രണ്ട് കൺസെപ്റ്റിനെ ഇവിടെ പറയുന്നുണ്ട്, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസും അതർ റിഗാർഡിങ് ആക്ഷൻസ്. ഈ സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്രധാനമായിട്ടും ആ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവരെ പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. സോ മിൽ ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ് ആൻഡ് അതർ റിഗാർഡിങ് ആക്ഷൻസ്. സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ് കൺസേൺസ് ഓൺലി ആൻ ഇൻഡിവിജ്വൽ, വേറാസ് അതർ റിഗാർഡിങ് ആക്ഷൻ ഈസ് ഇൻക്ലൂസീവ് ഓഫ് കൺസേൺസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ പറ്റിയുള്ള പരിഗണനയാണ് അതർ റിഗാർഡിങ് ആക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് JS
എസ് മില്ല് പറയുന്നത്. മറിച്ച് TH ഗ്രീൻ അടുത്തത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് ലിബർട്ടിയാണ്. അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്തെന്നാൽ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന രീതിയിൽ. ഹി എംഫസൈസ്ഡ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഡിറ്റർമിൻ ഹിസ് ആക്ഷൻ. ഒരു വ്യക്തിയുടെ പ്രവർത്തനം എന്താണെന്ന് ആ വ്യക്തിക്ക് തീരുമാനിക്കാം. എങ്ങനെയെങ്കിൽ ഇഫ് ദ സ്റ്റേറ്റ് പ്ലേസ് എ പോസിറ്റീവ് റോൾ ഇൻ ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഹി ക്യാൻ എക്സസൈസ് ഹിസ് മോറൽ ഫ്രീഡം. തൻ്റെ ധാർമ്മികമായ ഇടങ്ങളിൽ തനിക്കിടപെടാനായിട്ടുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം വ്യക്തിക്കുണ്ടാവുകയും വ്യക്തിക്ക് വളരുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ അത് സ്റ്റേറ്റ് ഇടപെട്ട് അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സെൽഫ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കുക. So he emphasized that an individual can determine his action if the state plays a positive role in creating conditions under which he can exercise his moral freedom. ഉദാഹരണം എടുത്താലോ, ഫോർ എക്സാമ്പിൾ ഇഫ് ആൻ ഇൻഡിവിജ്വൽ വാണ്ട് ടു ഹെൽപ്പ് എ വുണ്ടഡ് പേഴ്സൺ ഓൺ റോഡ്. അതായത് റോഡരികിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോഴയാൾക്ക് എന്ത് ചെയ്യാം? അയാളെ യാതൊരു തരത്തിലും മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതെ സമൂഹം നോക്കണം. പോലീസ് ഇടപെട്ട് അയാൾക്ക് കേസ് ഉണ്ടാക്കരുത്. മറിച്ച് അയാളത് നല്ല കാര്യം ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് അയാൾക്ക് ഫിയർലെസ് ആയിട്ട് ആ ഇൻജേർഡ് ആയിട്ടുള്ള മുറിവേറ്റയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഭയപ്പാട് കൂടാതെ പോലീസിൻ്റെ. അപ്പോൾ ഇതാണ്, ഇഫ് ആൻ ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു ഹെൽപ്പ് എ വുണ്ടഡ് പേഴ്സൺ ഓൺ റോഡ് then he should be able to take the injured fearlessly to the hospital without the fear of the police. അപ്പോൾ പോസിറ്റീവ് ലിബറൽ സ്കോളേഴ്സിലേക്ക് LT ഹോബ്ഹൗസ് ആൻഡ് ഹറോൾഡ് ലാസ്കി they said that an individual can self-determine his actions. ഒരു വ്യക്തികൾക്ക് സ്വയം അവരുടെ പ്രവർത്തനങ്ങളെ തീരുമാനിക്കാം. എങ്ങനെയാണെങ്കിലാ ഇഫ് ദ സ്റ്റേറ്റ് സെക്യൂർസ് ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. അവിടെയുള്ള ജനതയുടെ സുരക്ഷിതത്വം, അവരുടെ ജനതയുടെ ക്ഷേമം, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള റൈറ്റ്സ്, അതായത് വ്യക്തികളുടെ സമൂഹത്തിലെ സൊസൈറ്റിയിലുള്ള വ്യക്തികളുടെ സാമ്പത്തിക റൈറ്റ്സ് എന്താണോ ആ റൈറ്റ്സിൻ്റെ അതിൽ നിന്നുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ഹോബ്സ് ഹൗസും അതേപോലെ ഹറോൾഡ് ലസ്കി ഇവരുടെ അഭിപ്രായം. അപ്പോൾ അവരെന്താ പറയുന്നത്? they said that an individual can self-determine his actions if the state secures the welfare of its people, even if it has to limit the economic rights of the privileged few. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും സെൽഫ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആശയങ്ങൾ. ആ ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് JS മില്ല്, TH ഗ്രീൻ എന്നിവരാണ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ അടുത്ത വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫൈ ചെയ്യാനായിട്ട് ബെല്ല് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത പിന്തുണ, നിങ്ങളുടെ പിന്തുണയാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പിന്തുണ എപ്പോഴും തരിക. ഓക്കെ, താങ്ക് യു.